പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന മണിക്കൂറുകളെയും ജോസഫ് അച്ഛൻ്റെ അച്ഛനിലൂടെ ലഭിക്കുന്ന എല്ലാ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിക്കപ്പെടുന്നതിന് വേണ്ടി ആഴമായി പതിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, മണിക്കൂറുകളെ അഭിഷേകമാക്കി മാറ്റണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെന്നും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്കൊരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവികാരനാഥനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ തിരുമണിക്കൂറിനെ അവിടുന്ന്
നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഈ നിമിഷം യാചിക്കാം. നമ്മുടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ലൈറ്റ് ക്യാൻഡ് റിക്വസ്റ്റിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും നാം സമർപ്പിച്ചിട്ടുള്ള വിവിധ നിയോഗങ്ങൾ, നമ്മൾ പല പ്രാവശ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചും ഇതുവരെയും നമുക്ക് ലഭിക്കാത്ത വിഷയങ്ങൾ, ഈ ദിവസം ഈ മണിക്കൂർ പ്രത്യേകമായ ജോസഫ് അച്ഛനെയും എടുത്ത ഓരോ ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ ഈ നിമിഷത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഓരോ വചനങ്ങൾ, പരിശുദ്ധ അമ്മ വഴിയായ അച്ഛനിലൂടെ ലഭിക്കുന്ന ഓരോ ബോധ്യങ്ങളും, അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമേ പതിയാനും ഈ ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കാനും വേണ്ടി മൗനമായി നമ്മുടെ ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ടും അവരുടെ വിവിധ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൗനമായിട്ട് നമുക്ക് ഈ നിമിഷം യാചിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഭവനങ്ങളിലെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, ഇത് ഭക്ഷണത്തിലേക്ക്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള തിരുവചനങ്ങള് അച്ഛൻ്റെ അധരത്തിലൂടെ പുറപ്പെടുവാനും അത് കേൾക്കുന്ന ഞങ്ങൾക്ക് അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ആലയത്തിലായിരിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആലയത്തിലേക്ക് ഈശോയുടെ ആ വലിയ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് വിവിധ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ, വിവിധ
ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ, ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന മക്കളെ, കടഭാരത്താൽ വലയുന്ന മക്കളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഈശോയെ പ്രണയക്കെണികളിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ, തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഈ അൾത്താരയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ ഉടുത്തിരിക്കുന്ന, ഞങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഉടമ്പടി നിബന്ധനകളുടെ യോഗ്യതയാൽ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും നീ അതിവേഗം ഇടപെട്ടുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിത മേഖലകളെയും ഈ അൾത്താരയോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാം. സ്നേഹരാജാവേ, എന്നുള്ളിൽ എന്നെന്നും വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാം. എല്ലാവരും സുഖിച്ച് പാടാം. സ്നേഹരാജാവേ, എന്നുള്ളിൽ എന്നെന്നും വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാം. ആദരവോടെ ആരാധനയുടെ കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീരൊപ്പി ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ ഈ സന്നിധാനത്തിൽ ഇപ്പോൾ സാന്നിധ്യം കൊണ്ട് സഭയെ ശക്തീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാർത്ഥമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളോടൊപ്പം വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാം. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ
പ്രധാന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന അനുഭവമാകാനും ഉടമ്പടിയിൽ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ 8810 വാഗ്ദാനങ്ങൾ, അത് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സാന്ത്വനത്തിനും ശക്തീകരണത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ സ്നേഹത്തിൻ പൂനിലാവേ നിന്നുള്ളിൽ വെൺശോഭയേകാ വാവാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാഴാ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ സഹകാരികൾ ബൈബിള് റെഫറൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഉടമ്പടിയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കാളിയും അയാളുടെ സഹകാരികളും. ഇപ്പോൾ നമ്മൾ ഉടമ്പടി അങ്ങനെയല്ലേ പോണത് കുടുംബങ്ങളിൽ. ഇപ്പോൾ IELTS ഒക്കെ എടുക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ, ഇപ്പം ഞാൻ ആരോട് ചോദിക്കാൻ പറയും ആരാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കാൻ പറയും അമ്മയാണ് എടുത്തതെന്ന് പറയും, അല്ലേ? ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ ഭാര്യ എടുക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കുന്ന കേസ് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ്. അതാണ് ഉടമ്പടിയുടെ സഹകാരികളെന്ന് പറയുന്നത്. പക്ഷെ ആ ഉടമ്പടി ആരാണ് ഉടമ്പടി ചെയ്യണത്, അയാളുമായിട്ടാണ് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷനും. ഇയാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്കാണ് സഹകാരിക്ക് കിട്ടണത്. പക്ഷേ ഇത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് കഴിഞ്ഞ ആരാധനയിലെ. എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവന് കുറച്ച് ഊർ ദേശത്ത് കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാകുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ ദൈവ മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിൻ്റെ മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡലല്ലാതായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചെന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം
വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ അദ്ദേഹം പറഞ്ഞുള്ളൂ. റോമ 9:13. റോമ 9:13. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. വൈ? ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ സഹകരിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ നന്ദി. മത്തായി 12:30. ആരാധന. ഹല്ലേലൂയ. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. മത്തായി 12:30. എന്നോട് ഏറ്റു പറഞ്ഞ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പൊ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. കൈയടിച്ച് കർത്താവിന് ഞങ്ങളുടെ ജീവിത നേട്ടങ്ങൾ അങ്ങോട്ട് കൂടി കൊയ്യുവാൻ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധനയുടെ ദിവ്യാഭിഷേക മുഹൂർത്തമാണ്. രോഗസൗഖ്യപ്പെടാനും ജീവിത തടസ്സങ്ങൾ മാറാനും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കള് കരണ്ട് കൈകളും എടുത്തുകൊണ്ട് ശ്രുതിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോട് സ്നേഹരാജാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അവിടത്തോടുകൂടി ശേഖരിക്കുവാൻ നമ്മളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുവാനുള്ള യോഗ്യത ഞങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയൊരു ദൈവികമായ രഹസ്യമാണ്. We can harvest in the absence of God. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷെ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യതയുണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം. പക്ഷേ
ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്. അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ സാഹചര്യങ്ങളെ വേഗപൂർവ്വം നിർത്തുപേക്ഷിച്ചു മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പാടുകയെ എബ്രാഹിം കാനാൻ ദേശത്ത് താമസിച്ചപ്പോൾ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വവർഗഭോഗികളും ഗേ സെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിയേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇസ്രയേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷെ ആ സ്ഥലമാണ് എബ്രാഹിം തിരഞ്ഞെടുത്തത്. ലോത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിട്ടിച്ച് കർത്താൻ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ഉൽപ്പത്തി 13:9-10 തിരുവചനങ്ങൾ. ഉൽപ്പത്തി 13:9-10. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞ ജോർദാൻ സമതലം മുഴുവൻ
ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്ത് എബ്രാഹിം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹിം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത, ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ് വചനങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ ഉരുവിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും ഒരു അനുഗ്രഹമായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതായത് എന്താണ് വിശ്വാസം? അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഇപ്പോൾ എബ്രാഹത്തിന് വിശ്വാസമുണ്ട്, ലോത്തിന് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണ് നോക്കുന്നത്. വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും. കൈയിടിച്ച് കിടത്താൻ പാട് ക്രൂശിക്കപ്പെട്ടവനെ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, മുളുക്കിടം ചൂടിയവനെ, പരിശുദ്ധപരമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യണം. ഇപ്പോഴും ഇവിടെ ഓൺലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലുതുകരം ഈ ഓരോ മക്കളുടെ ശിരസിനും വെക്കണം. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, കുടുംബ തകർച്ചകൾ, ലഹരിയുടെ ആസക്തികൾ എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇതുപോലെ തന്നെ ലോത്തിൻ്റെ സ്വഭാവമുള്ള വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. യഹോഷാഫാത്ത് രാജാവാണ്. അയാളും ഉടമ്പടിയുടെ ആനുകൂല്യം ഗുണഭോക്താവായ ഒരു മനുഷ്യനാണ്. യഹോഷാഫാത്ത് രാജാവെന്ന് തന്നെയല്ല, സൗളിൻ്റെ കാലത്തിന് ശേഷം ദാവീദിൻ്റെ കാലത്തോടു കൂടി ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷകൻ വരെ ജനിച്ചത്. ആ ദാവീദ് മുതൽ രക്ഷകൻ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഇസ്രായേൽ രാജാക്കന്മാരും, സോളമൻ ഉൾപ്പെടെ, ജെറോബാം, ജക്കോബാം,
ആഹാസ് ഒഴിച്ച് ഹെസക്കിയ ഉൾപ്പെടെ എല്ലാവരും ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. പക്ഷെ അവർക്ക് ചിലർക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് യഹോവശാത്തിനെ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ വചനം പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിനവൃത്താന്തം 20:33. ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 നന്ദി കർത്താവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ദിനവൃത്താന്തം 20:33. ആരാധന 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 ദിനവൃത്താന്തം 20:33. 2 ദിനവൃത്താന്ത പുസ്തകം ക്രോണിക്കൽ, സെക്കൻഡ് ക്രോണിക്കൽ 20:33. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോവശാത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ലോത്തിന്റെ വകുപ്പിൽപ്പെടുന്ന ആളാണിത്. ഉടമ്പടിയുടെ സഹകാരിയാണ്, ഗുണഭോക്താവാണ്. 32 വയസ്സ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. തന്റെ പിതാവായ പറഞ്ഞേ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന്. അതാണ് ഉടമ്പടി മാർഗം എന്ന് പറയുന്നത്. മാർഗത്തിൽ നിന്ന് വായിച്ചോളൂ. വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ മുൻപാകെ നീതിയായി പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ദാറ്റ്സ് ദ പോയിന്റ്. ഇയാൾ ഉടമ്പടിയോട് സഹകരിക്കുന്ന ആളാണ്. അഹാസിൻ്റെ ഉടമ്പടി, അപ്പൻ്റെ ഉടമ്പടി, അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചു പോകുന്ന ആളാണ് യഹോഷവാത്ത്. എന്തായൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിങ്ങനെ നീതിയായിട്ടൊക്കെയാണ് ഭരിക്കണത്, അതുപോലെ സത്യമായിട്ടൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യം കക്ഷി കോംപ്രമൈസ് ചെയ്തില്ല. എന്താണ്? പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. പൂജാഗിരി എന്നുകൊണ്ട് എന്താണെന്ന് അറിയാമോ? ഈ ഇസ്രയേലല്ലാത്തവർ ആരാധിക്കുന്ന ദൈവസ്ഥാനങ്ങളാണ്. അന്നത്തെ പ്രാചീന ഗോത്രവർഗക്കാർ അവിടെ ആരാധനയിലെ ഒക്കെ ഉപയോഗിച്ചിരുന്നത് വ്യഭിചാരമാണ്. അതാണ് പ്രോബ്ലം. പൂജാഗിരിയുടെ പ്രശ്നം അതാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്നതിന് പകരം അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സ്ത്രീയൊക്കെ വന്ന് ഈ പൂജാഗിരിയിൽ വ്യഭിചരിച്ചിട്ട് പോകും. ഇത്തരം ഒത്തിരിയേറെ ഉയർന്ന സ്ഥലങ്ങൾ യഹോവാഹാസ് രാജാവിൻ്റെ കാലത്തുണ്ടായി. ഇത് തച്ചുടച്ച് കളയണം, എന്നാലേ രാജ്യം വിശുദ്ധി ജീവിക്കത്തുള്ളെന്ന് എത്രയോ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഈ വോട്ട് കാരണവും ജനങ്ങൾ അങ്ങനെ മെച്ചമായ ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം പുള്ളിക്കാരൻ അതിനോട് ഒത്തുതീർന്ന് പൂജാഗിരികളെ നിലനിർത്തി. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂജാഗിരികളെന്ന് പറയുമ്പോൾ നിങ്ങളെ അസന്മാർക്ക് ജീവിതത്തിന് പോകണമെന്നല്ല അച്ഛൻ പറയണത്. ഒരു പക്ഷേ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. പൂജാഗിരികൾ ചില സമയത്ത് ചില ആൾക്കാരുള്ള വെറുപ്പായിരിക്കും, ചിലപ്പോൾ ചില വിഷയത്തിലുള്ള ആസക്തിയായിരിക്കും. ഞാനൊരിക്കൽ ഒരു മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ 6 പവൻ്റെ പിണ്ടിമാല വിട്ട് കുഴിക്കുക നിൽക്കണം ഞാൻ കാഴ്ച കണ്ട്. കാര്യം അത് അവർ ചട്ടടകത്ത് കിടന്ന മാലയാണതേ. അവർ അവിടെ നിന്ന് ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഈ തുടൽ പോലെ സ്വർണ്ണമാല കിടക്കുക. ഇതൊരു ആസക്തിയാണ്, ഒരു പൂജാഗിരിയാണ്. നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണത്തോടോ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ
നിനക്ക് ദൈവത്തിൻ്റെ കാരണം നീ വസ്തുതകളും വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത്. ചിലർക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം ഉടമ്പടിയിൽ പൂജാഗിരികളാണ്. നിങ്ങൾക്ക് തോന്നണില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലാതൊരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 13:17 ഉൽപ്പത്തി 17:3 അങ്ങ് അരുളി ചെയ്തു ഉടമ്പടിയിലായിരിക്കുന്ന അബ്രഹാം തന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കണമെന്ന്. കർത്താവ് ലോകത്തിന്റെ മുമ്പില് ജഡത്തിന്റെ മുമ്പില് വ്യാപരിക്കാതെ അങ്ങയുടെ തിരുസന്നിധി വ്യാപരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരമദിവ്യകാരുണ്യത്തിന്